ജിജി. അപ്പോൾ നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എംബ്രോയ്ഡറി ആണ്. അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറിയിൽ നമ്മൾ ഇന്ന് 9ാമത്തെ സ്റ്റിച്ച്, അതായത് നമ്മൾ 9ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതുവരെ നമ്മൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് കമൻറ്റിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ ക്ലാസ് ചെയ്യാൻ ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമ്പോഴല്ലേ ഈ ബെറ്റർ ആക്കണോ എന്നൊക്കെയുള്ള ഒരു എന്താ പറയുക. അപ്പോൾ അങ്ങനെ ബെറ്റർ ആക്കണമെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേഞ്ച് വരുത്താനൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് അറിയണം. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ താഴ്ഭാഗത്ത് നിന്നും മുകളിലോട്ട് ഇനി എന്ത് ചെയ്യുക, അതായത് നമ്മൾ ചെയിൻ ചെയ്തില്ലേ, റണ്ണിങ് ചെയ്തില്ലേ ഫസ്റ്റത്തെ സ്റ്റിച്ച്, അതുപോലെയാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് അതിനെക്കാട്ടിലും കുറച്ച് വലുപ്പത്തിൽ നമ്മൾ താഴ്ത്തി കൊടുത്തു. ഇനി ഈ ചെയ്ത സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്തത് പൊക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ചെയ്ത് വെച്ച സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്തത് പൊക്കി അതേപോലെ താഴ്ത്തി. കണ്ടോ? ഇനി ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് മുഴുവനായിട്ട് വലിക്കാതെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് പൊക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ ടൈറ്റ് ചെയ്തിട്ട് രണ്ടാമത്തത് കണ്ടോ. ഇനി അടുത്തത് അതേപോലെ ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻറ്ററിൽ നിന്ന് ആണ് അടുത്ത സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യണത്. കണ്ടോ? ഇതേപോലെ ഒന്നിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ നമ്മൾ പിരിച്ച പോലെ ഇരിക്കും. നമുക്ക് കാണാം ബാക്ക് സൈഡ് ഇതേപോലെ നമ്മളെ റണ്ണിങ് പോലെ ആയിരിക്കും ബാക്ക് സൈഡ് ഉണ്ടാവുക, ഫ്രണ്ട് ഇതേപോലെ.
അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കെട്ടിടാം. അപ്പം നമ്മൾ സ്റ്റെമ്മ് റെഡിയായി. അപ്പം ഇനി ഇത് നമുക്ക് പിക്ചറിലോട്ട് മാറ്റണം. അപ്പോൾ പിക്ചറിൽ നമുക്ക് ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ചെമ്പരത്തി പൂവാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പിക്ചറിലോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ സ്റ്റെമ്മ് ചെയ്ത് നമ്മൾ പിക്ചറിലോട്ട് മാറ്റി. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ എടുത്തത് ചെമ്പരത്തിയാണ്. നിങ്ങൾക്ക് ഏത് പിക്ചറാണെങ്കിലും നിങ്ങൾക്ക് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയില്ലേ? എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്, കാരണം ഞാൻ ചെയ്തതല്ലേ. അപ്പോൾ നിങ്ങളും ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.